എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയ പിക്സ്. ഇന്ന് വളരെ എളുപ്പത്തിൽ പെട്ടെന്നൊരു പ്ലം കേക്ക് ഉണ്ടാക്കണം തോന്നുമ്പോൾ 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള എഗ്ലെസ് പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, മുട്ടയുടെ ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഈസി ടേസ്റ്റി എഗ്ലെസ് പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് കാണാം. നമ്മൾ ഇതിന് മുന്നേ ഒരു എഗ്ലെസ് കേക്കിൻ്റെ റെസിപ്പി പണ്ട് നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാതൊരു കണ്ടു നോക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം കാരമൽ സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ടൊരു 1/4 കപ്പ് പഞ്ചസാര അടികട്ടിയുള്ളൊരു സോസ് പാനിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഉരുകാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇളക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഉരുകി ഒരു ഗോൾഡൻ കളറായി കഴിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് ഇളക്കി കൊടുത്ത് പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായി കിട്ടും. അതിനുശേഷം ഇതൊന്ന് പതച്ച് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം മാത്രം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചാൽ ഉടനെ തന്നെ ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് തന്നെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുന്നത് ഇത് ഒരുപാട് തെറിക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സൂക്ഷിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് 1 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി നല്ലപോലെ തണുത്തതിന് ശേഷം വേണം നമ്മൾ കേക്കിൽ യൂസ് ചെയ്യാനായിട്ട്. തണുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. ഇനി എല്ലാം വളരെ എളുപ്പമാണ്. ഒരു ബൗളിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. 250 ml കപ്പാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ബ്രൗൺ ഷുഗർ എടുക്കുന്നതാണ് നല്ലത്. ഞാൻ ലൈറ്റ് ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ പഞ്ചസാരയും എടുക്കാം. പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പൗഡേർഡ് ഷുഗർ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ബാക്കി സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചത്, അതിൻ്റെ പകുതി വെച്ചിട്ട് 1/8 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചത് നട്ട്മെഗ് പൗഡർ, 1/8 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്, 1/8 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/8 ടീസ്പൂൺ ഗ്രാമ്പ് പൊടിച്ചത്. ഇതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സ്പൈസസ് പൊടിച്ചതായിട്ട് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ എല്ലാം കുറേശ്ശെ എടുത്ത് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി അതിനും വയ്യാന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതിയാകും. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു വിസ്ക് വെച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ ആദ്യം തന്നെ മാറ്റി വെക്കണം. അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഇപ്പം തന്നെ ചെയ്ത് വെക്കുക. കാരണം വളരെ പെട്ടെന്ന് നമ്മുടെ മിക്സിംഗ് എല്ലാം കഴിയും. കേക്ക് ടിൻ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ലൈൻ ചെയ്ത് വെക്കുക. അവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റി വെക്കുക. നിങ്ങൾക്ക് എങ്ങനെ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സും ഈ കേക്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഓറഞ്ച് ജ്യൂസിൽ എങ്ങനെയാണ് സോക്ക് ചെയ്യേണ്ടതെന്നുള്ളത് കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇത് സോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചോപ്പ് ചെയ്തിട്ട് കുറച്ച് റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചാലും മതിയാവും. അതിൽ കുറച്ച് ജാമും കുറച്ച് ഓറഞ്ചിൻ്റെ തൊലിപ്പുറം ഗ്രേറ്റ് ചെയ്തും കൂടെ ഒക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ 3/4 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചോപ്ഡ് നട്ട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ആൽമണ്ട്സും ബദാമും പീക്കൻസും ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്തൊന്ന് കോട്ട് ചെയ്തെടുക്കണം, ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം അങ്ങ് കേക്കിൻ്റെ താഴേക്ക് താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് മൈദയിൽ കോട്ട് ചെയ്തിട്ട് നമ്മൾ കേക്ക് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ മുട്ടയ്ക്ക് പകരമായിട്ട് യൂസ് ചെയ്യുന്ന കാര്യം. അതിനായിട്ടൊരു 1/3 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 50 ഗ്രാം ഉരുക്കിയ ബട്ടർ ചേർത്ത് കൊടുക്കാം. നമ്മുടെ 100 ഗ്രാമിൻ്റെ പാക്കറ്റിൻ്റെ പകുതിയാണ് ഉരുക്കിയത്. ഇതിന് പകരം എണ്ണയും ചേർത്ത് കൊടുക്കാം, പക്ഷേ ടേസ്റ്റ് ബട്ടർ ചേർക്കുമ്പോൾ തന്നെയാണ്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഓറഞ്ചിൻ്റെ തൊലിപ്പുറം ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവറിനായിട്ട്. വെള്ളഭാഗം വീണാൽ കഴിക്കും. മുകളിലത്തെ ഓറഞ്ച് കളറിലുള്ള തൊലി മാത്രം വേണം ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാൻ. 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. അതോടൊപ്പം തന്നെ വെനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ വെനില എക്സ്ട്രാക്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി ഓറഞ്ച് പീൽ സോക്ക് ചെയ്യാൻ നേരത്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കണം എന്നില്ല. അതിന് പകരമായിട്ട് ഏതെങ്കിലും ജാമോ ഫ്രൂട്ട് പ്രിസർവോ ചേർത്ത് കൊടുക്കാം. പക്ഷെ നല്ലപോലെ ഉടച്ചിട്ട് അതിന് തണുപ്പൊക്കെ പോയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്കൊരു 1/2 നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ചേർത്തതെല്ലാം കുറച്ച് അസിഡിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എന്ത് എളുപ്പമാണെന്ന് നോക്കി ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി നമ്മുടെ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ ഇതാ ഈ ബൗളിലേക്ക് ഇത്രയും വെറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഒരു വിസ്ക് വെച്ച് നമുക്കിതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം.
ഇനിയാണ് നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ഇങ്ങനെ പതച്ച് വരും. അപ്പോൾ അതങ്ങ് പതയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മൾ മുട്ട പതപ്പിച്ചെടുക്കുന്നതിന് പകരമായിട്ട് എഗ്ലെസ് കേക്കിൽ യൂസ് ചെയ്യുന്നത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ആസിഡിക് ആയിരുന്നല്ലോ, അപ്പോൾ ഇതിങ്ങനെ പതച്ച് പൊങ്ങും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ജെൻറ്റിലായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് നേരം നമ്മളിത് പുറത്ത് വെക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതുപോലെ വിസ്ക് ചെയ്ത് മാറ്റി വെക്കണം എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പയിൽ കൂടി 1-2 പ്രാവശ്യം ഒന്ന് അരിച്ച് മാറ്റി വെച്ചാലും മതിയാകും. വിസ്ക് വെച്ചിട്ട് 2-3 പ്രാവശ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. ഒരുപാട് അങ്ങ് ഓവർ മിക്സ് ചെയ്യരുത്. പ്രത്യേകിച്ച് നമ്മൾ സാധാരണ മൈദയാണല്ലോ ഇത് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കേക്ക് ഫ്ലോർ ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ സാധാരണ മൈദയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് ഓവർ മിക്സ് ചെയ്തില്ല. ഞാനും സാധാരണ മൈദയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ഫ്രൂട്ട്സും നട്ട്സും ചേർത്ത് കൊടുത്ത് ഇതേപോലെ തന്നെ ജെൻറ്റിലായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് ഇത് കേക്ക് ടിന്നിലേക്ക് മാറ്റുക. ഒരുപാട് നേരം നമ്മളിത് പുറത്ത് വെച്ചേക്കരുത്. നമ്മുടെ കേക്ക് ടിന്ന് 8 ഇഞ്ചിൻ്റെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 7 or 7.5 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്താലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് എണ്ണ തടവി 2 ലെയർ ബട്ടർ പേപ്പർ വെച്ചിട്ട് വേണം നമ്മൾ പ്ലം കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. കാരണം പ്ലം കേക്ക് കുറച്ച് കൂടുതൽ നേരം എടുത്തിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. പരികൊക്കെ കട്ടിയാവുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 ലെയർ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു 1/2 kg പ്ലം കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്കാണ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ടിന്നിൽ ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്യുക. എന്നിട്ട് നല്ലപോലെ ടാപ്പ് ചെയ്യുക. നമ്മുടെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. 170 ഡിഗ്രി സെൽഷ്യസിൽ 55 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെയും അവനനുസരിച്ച് 50 മുതൽ 1 മണിക്കൂർ വരെ എടുക്കാം. ടോപ്പ് ആൻഡ് ബോട്ടം ഹീറ്റിംഗ് മോഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത അവനാണ്. ഏറ്റവും അടിയിലത്തെ റാക്കിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് ആവാൻ ഒരു 10 മിനിറ്റ് ഉള്ളപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കി ഒരു ടൂത്ത് പിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 5-10 മിനിറ്റും കൂടി വെക്കുക. ഞാനൊരു 40 മിനിറ്റ് ആയപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ സ്ക്വയറിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു 10 മിനിറ്റും കൂടി ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഉള്ളപ്പോൾ തുറന്നിട്ട് ഒരു അലൂമിനിയം ഫോയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുറം ഭാഗം ഒരുപാട് അങ്ങ് മുരിയുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് അങ്ങ് ബ്രൗൺ ആയി പോകുന്നത്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. നമ്മുടെ കേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ എഗ്ലെസ് കേക്കാണ് തയ്യാറാക്കിയത്. എന്നിട്ടും അതിൻ്റെ മുകൾ ഭാഗം ഒന്നും ഒട്ടും ഡ്രൈ ആയിട്ടില്ല, വെന്ത് കീറിയിട്ടില്ല, നല്ല കറക്റ്റ് ലെവലിൽ കിട്ടിയിട്ടുണ്ട്. നമ്മളിത് കുക്കായോ നോക്കുന്നത് നടുക്കൊരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. അതിലൊന്നും ഒട്ടിപ്പിടിക്കരുതെങ്കിൽ മാത്രമേ നമ്മൾ അവനിൽ നിന്ന് എടുക്കാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ 5-10 മിനിറ്റ് കൂടുതൽ നേരം ബേക്ക് ചെയ്യുക. അപ്പോൾ നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഇത് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാവുള്ളൂ. പ്ലം കേക്ക് നമ്മൾ ഒരിക്കലും അന്നേ ദിവസം തന്നെ കട്ട് ചെയ്യരുത്. മിനിമം ഒരു ദിവസമെങ്കിലും വെച്ചിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാനായിട്ട്. നല്ലപോലെ തണുത്തതിന് ശേഷമാണ് ഞാൻ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് കൊടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ചൂടോടുകൂടി തന്നെ ഇതിൽ കുറച്ച് റമ്മോ വൈനോ ഓറഞ്ച് ജ്യൂസോ ഒക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഫീഡ് ചെയ്ത് കൊടുക്കാം. ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതൊരു ക്ലിങ് ഫിലിമിൽ അല്ലെങ്കിൽ ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞ് ഒരു അലൂമിനിയം ഫോയിലിൽ പൊതിഞ്ഞ് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെക്കണം. അതിനുശേഷം പിറ്റേന്നോ 2 ദിവസം കഴിഞ്ഞിട്ടോ ഒക്കെ ഇത് മുറിക്കാമുള്ളൂ. ഒരാഴ്ചയൊക്കെ വെക്കാമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇരിക്കുന്തോറും ടേസ്റ്റ് കൂടുന്ന ഒരു കേക്കാണ് നമ്മുടെ പ്ലം കേക്ക്. അപ്പോൾ ഇതുപോലെ പൊതിഞ്ഞ് വേണം നമ്മൾ വെക്കാനായിട്ട്. ഞാനിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഈ സമയത്ത് കട്ട് ചെയ്യുവാണ്. പക്ഷേ നിങ്ങളിങ്ങനെ ചെയ്യല്ലേ, ഒരു ദിവസമെങ്കിലും മിനിമം വെച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പൗഡേർഡ് ഷുഗർ പഞ്ചസാര പൊടിച്ചതിൻ്റെ മുകളിൽ നിന്ന് ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അളവിനാണെന്നുണ്ടെങ്കിൽ 3/4 കിലോയുടെ ഒരു കേക്കാണ് നമുക്ക് ബേക്ക് ചെയ്ത് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇത് പൊതിഞ്ഞൊക്കെ വെച്ചതിന് ശേഷം എടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ലൊരു ടെക്സ്ചർ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ മുറിക്കുന്നത് പോലെ നിങ്ങൾ ഈ സമയത്ത് മുറിക്കരുത്. ഒരു ദിവസമെങ്കിലും മിനിമം വെച്ചതിന് ശേഷം വേണം മുറിക്കാനായിട്ട്. അതുപോലെ തന്നെ എഗ്ലെസ് കേക്ക് ആണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കേക്കിനെക്കാട്ടിലും ഒക്കെ ടേസ്റ്റിയാണ്. പക്ഷേ നമ്മൾ എഗ്ഗ് വെച്ചിട്ടുണ്ടാക്കുന്ന കേക്കിൻ്റെ അത്രയും ടേസ്റ്റ് എന്തായാലും വരില്ല. എഗ്ഗ് ചേർത്തുണ്ടാക്കുന്ന 2 റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 1/2 kgയുടെയും 1 kgയുടെയും. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. രക്ഷയില്ലാത്ത ടേസ്റ്റിലുള്ള കേക്കാണ്. ഇത് നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കേക്കാണ്. എന്താ പറയുക, നമ്മൾ ബീറ്റ് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല, ബീറ്ററിൻ്റെ ആവശ്യമില്ല. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കേക്ക്. എങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. പ്രത്യേകിച്ച് 2 ദിവസമൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ റെസിപ്പി വീഡിയോ അല്ലെ വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി ക്രിസ്മസ്. ബൈ.